നിലയിൽ ഒരു ഭീഷണി ഉണ്ടായാൽ എന്നെ സംശയിക്കുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അത് കൃത്യമായി അറിയുന്ന ഒരാളാണ് ഇത് ചെയ്തതെങ്കിലും ബക്കർ അയാളാവാനും സാധ്യതയില്ലേ സാർ? സാധ്യതയല്ല, അയാള് തന്നെ. ഐ എം ഷുവർ. ടെലഫോൺ ഭീഷണി എന്നൊക്കെ പറഞ്ഞ ബലമില്ലാത്തവന്റെ കളിയാ. ബക്കർ ആ വഴിക്ക് ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറെ ശത്രുക്കളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ട് തിരച്ചിൽ എളുപ്പമല്ലല്ലോ. സാർ ഏതായാലും ബക്കറുമായിട്ടൊന്ന് സംസാരിച്ചു നോക്ക്. സംസാരിക്കാം. ഇതിൽ തന്റെ രണ്ടാം ഭാവമൊന്നുമില്ലല്ലോ. എന്താ സാർ? അല്ല, ബക്കറിനോട് ചോദിക്കാൻ എന്നോട് പറയാന്ന് പറഞ്ഞാൽ അത് ബുദ്ധിപരമായ ഒരു ജാമ്യം എടുക്കല. താനതിന് മോശമല്ല. സാറിന്റെ സംശയത്തിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇക്കാര്യത്തിൽ അത് വേണ്ട. ആദർശിന് വന്ന ആ ഫോൺ കോളും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം, കണ്ടുപിടിക്കാം. ഓക്കെ. കോൾ ഒരു പബ്ലിക് ബൂത്തിൽ നിന്നായിരുന്നു. ഞാൻ നമ്പർ നോക്കി തിരിച്ചു വിളിച്ചു. അവിടെ ചെന്ന് അന്വേഷിക്കുകയും ചെയ്തു. എവിടെയാ? വെട്ടുകാട് പള്ളിയുടെ തൊട്ടു മുമ്പിലാ. പെരുന്നാൾ ദിവസം ആയതുകൊണ്ട് അവിടെ നല്ല തിരക്കായിരുന്നു. എത്ര ചോദിച്ചിട്ടും അവർക്കൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഗ്ലോറിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഭീഷണി വരൂ. പക്ഷേ നമ്മൾ മറിച്ചും ചിന്തിക്കേണ്ടിയിരിക്കും. ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് മുമ്പ് വിളിച്ചു പറയുക, പരിഭ്രാന്തി ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് പക്കാ ക്രിമിനൽസിന്റെ ലക്ഷണമാണ്. പക്ഷേ ഗ്ലോറിയുടെ ഇന്നത്തെ അവസ്ഥ അതല്ല. ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാലും അത് രഹസ്യമായി. അപ്പൊ പിന്നെ ഇടയിൽ ആരെങ്കിലും നിന്ന് കളിക്കുന്നതാണോ സാർ? അങ്ങനെയും സംശയിക്കാൻ. ആളുകൾക്ക് ഇതൊരു കൗതുകമാണ്, ചിലർക്ക് നിരാശയും. ഈ അടുത്ത കാലത്ത് ഇന്നാട്ടിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത കാര്യങ്ങളാ ദേവ് അസോസിയേറ്റ്സും ഗ്ലോറിയും തമ്മിലുള്ള ഫൈറ്റ്. അത് പെട്ടെന്ന് തീർന്നു പോകുമ്പോൾ ചിലർക്ക് നിരാശ ഉണ്ടാവാം. ഒരു തീപ്പൊരി കടന്നോട്ടെ എന്ന് കരുതിയതാവാനും മതി. ഞാനും അങ്ങനെ ചിന്തിച്ചു സാർ. പക്ഷേ എന്ത് ധൈര്യത്തിലാ? സോഫിയോട് എന്നോട് മാത്രമല്ല, എല്ലാവരോടും ഗ്ലോറിക്ക് ശത്രുതയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ താനൊന്ന് സ്റ്റേഷൻ വരെ പോയി തനിക്ക് വന്ന ഭീഷണിയെ കുറിച്ച് ഒരു കംപ്ലൈന്റ് എഴുതിക്കൊള്ളു. അവള് കാർത്തികന്റെ വീട്ടിലല്ലേ? അവിടെ പോയി ഞാനൊന്ന് കാണാം. ഇത് ചെയ്യിച്ചത് അവളാണെങ്കിൽ അതിനുള്ള മറുപടി, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് വന്നും ഒരു മുൻകൂർ ഭീഷണി കിടക്കട്ടെ. ഇനി അവളെ ഒന്നിനും അനുവദിച്ചു. ചെറിയ പ്രതികരണത്തിന് പോലും വലിയ ശിക്ഷ തന്നെ ഉണ്ട്. ഗ്ലോറി ഉണ്ടോ ഇവിടെ? ഇല്ല സർ. ഇവിടുന്ന് പോയോ? ഇല്ല. നിങ്ങളുടെ ഭർത്താവോ? ഉണ്ട്. ഗ്ലോറിയെ പോലൊരു ക്രിമിനലിനെ ഭർത്താവ് വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല? അതോ ഭർത്താവും ഭാര്യയെ ഒന്നിച്ച് തന്നെയാണോ അവളുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്? സർ, ഞാൻ പറഞ്ഞ ചേട്ടൻ കേക്കില്ല. അവൾ ഇവിടെ നിൽക്കുന്നത് എനിക്ക് പേടിയാ. ദോഷം വരില്ല. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇതുപോലെ ഒന്ന് വരേണ്ടി വരും. വെറുതെ വിശേഷം അന്വേഷിച്ച് മടങ്ങാൻ മാത്രം ആവില്ല. കാർത്തികനെ വിളിക്കാൻ. എന്താ സാർ? ചുമ്മാ തന്റെ വോട്ടർ പട്ടികയും റേഷൻ കാർഡും ഒക്കെ ഒന്ന് പരിശോധിക്കാൻ. താൻ
കരുതിക്കൂട്ടി ഞങ്ങളെയൊക്കെ വെല്ലുവിളിക്കുക അല്ലേ കാർത്തികേയ? ഒരു സുഹൃത്തിന് അഭയം കൊടുക്കുന്നത് തെറ്റൊന്നുമില്ല, പ്രത്യേകിച്ചും ആപത്ത് കാലത്ത് അത് ധർമ്മമാണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട് കാർത്തികേയ. ഇപ്പം ഗ്ലോറി എന്തെങ്കിലും തോന്നിവാസം കാണിച്ചാൽ തിരക്കി വരാൻ കാർത്തികേയന്റെ വീട് മാത്രമേ ഉള്ളൂ. എന്താ സർ കാര്യം? എനിക്ക് താല്പര്യമോ വാശിയോ ഉണ്ടായിട്ടല്ല ഗ്ലോറി നിൽക്കുന്നത്. സത്യത്തിൽ എന്നെ ഭീഷണിപ്പെടുത്തിയാൽ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോ അങ്ങനെ ഒരു ഭീഷണിക്ക് വഴങ്ങണമെങ്കിൽ കാർത്തികേയന്റെ ഭാഗത്തു നിന്നും എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. സാർ, അതേടോ, അതെന്തായാലും താൻ പരിഹരിച്ചാൽ മതി. ഞാനിപ്പോ വന്നത് ഗ്ലോറിയുടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഗൂഢാലോചനയിൽ കാർത്തികേയന് പങ്കുണ്ടോ എന്നറിയാനാണ്. അയ്യോ സാർ എന്താ ഈ പറയുന്നത്? കഴിഞ്ഞ ദിവസം ആദർശിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ദേവ് അസോസിയേറ്റ്സിനും സോഫിക്കും ആപത്ത് വരാൻ പോകുന്നു എന്ന്. അതൊരു വെറും ഭീഷണിയായാലും മുന്നറിയിപ്പായാലും അതിന്റെ ഉറവിടം ഗ്ലോറിയാണ്. സംശയമുണ്ടോ കാർത്തികേയന്? ഇല്ല. താൻ ചോദിച്ചാൽ പദ്ധതി എന്താണെന്ന് ഗ്ലോറി പറയുന്ന വിശ്വാസവും ഇല്ല. ഒരു അനോണിമസ് കോളിന്റെ പേരിൽ ഗ്ലോറിയെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പും ഇല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും കാർത്തികേയ? എന്നാൽ എന്തെങ്കിലും നടക്കുന്നത് വരെ കാക്കണം. എന്നിട്ട് ഇവിടെ വന്ന് അവളെ പൊക്കണം. കൂട്ടത്തിൽ കാർത്തികേയനെ വെറുതെ വിടാൻ പറ്റുമോ? അതുമില്ല. സാർ, ഗ്ലോറി എന്തെങ്കിലും ചെയ്താ എന്നെ... എന്നാ പിന്നെ ഇറക്കി വിടറോ അവളെ? സാർ, ഗ്ലോറി എന്തെങ്കിലും ചെയ്താ എന്നെ... എന്നാ പിന്നെ ഇറക്കി വിടറോ അവളെ? ഭാര്യയും ഭർത്താവും മനസ്സിൽ സൂക്ഷിക്കാൻ വേണ്ടി പറയുക. ദേവ് അസോസിയേറ്റ്സിനോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കെങ്കിലും ഒരു ആപത്തുണ്ടായാൽ ഭാര്യയും ഭർത്താവിനെ ഇവിടുന്ന് കൊണ്ടുപോകും ഞാൻ. ഗൂഢാലോചനയും കുറ്റകൃത്യത്തെ പ്രേരിപ്പിക്കലും സഹായിക്കലുമായിട്ടുള്ള വകുപ്പുകളൊക്കെ എഴുതി പിടിപ്പിച്ചാൽ അഴിയെന്നെ അകത്ത് കിടക്കാൻ രണ്ടുപേർക്കും. ഇനി എന്നെ വരുത്തിക്കില്ലേ കാർത്തികേയ? പിന്നെ ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടും കാർത്തികേയ. പോട്ടെ. മതിയായല്ലോ നിങ്ങൾക്ക്. എത്ര നശിച്ചാലും അവൾ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല. നമ്മളെ കൂടി കൊലയ്ക്ക് കൊടുക്കും. ഇന്ന് ഇറക്കി വിട്ടോണം അവളെ. എന്നിട്ട് എന്താ വരുന്നെന്ന് വെച്ചാ വരട്ടെ. നാശം. അല്ല, എന്താ മോളെ? അച്ഛാ, എന്താ ശബ്ദം കേട്ടില്ലേ? കേട്ടു. ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട ദേവേട്ടാ. അമ്മേ, ഞാൻ പ്രകാശ് സാറിനെ വിളിക്കാം. എന്തിനാത്? ചിലപ്പോ നായ്ക്കളോ മറ്റോ. അയ്യോ, ദേ, ഞാൻ ഓർത്തു. മോളെ. ദേവേട്ടാ വേണ്ട. എന്തു വന്നാലും വാതിൽ തുറക്കണ്ട. എന്ത് ധൈര്യത്തിലാണ് ഇതിനകത്ത് ഇരിക്കുന്നത്? തമാറ. ദേവേട്ടാ, അങ്ങോട്ടൊന്നും പോകണ്ട. ദേവേട്ട മതി, ഇങ്ങോട്ട് പോരാൻ. ദേവേട്ട മതി, ഇങ്ങോട്ട് പോര്. ആരുമില്ല, തോന്നിയതാവും. അല്ല.
മോളെ എന്തായാലും പ്രകാശനെ ഒന്ന് വിളിക്കേ. നേരം വിളിക്കുന്നത് വരെ അവരാരെങ്കിലും ഇവിടെ വന്നൊന്ന് നിൽക്കട്ടെ. വേണ്ടേ മുനെ, ഈ സമയത്ത് അച്ഛൻ തടസ്സമൊന്നും പറയണ്ട, ഞാൻ വിളിക്കാം. എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ മോള് ചെല്ല്. എല്ലാം തിരിച്ചു കിട്ടിയിട്ടും ഇപ്പോഴും മനസ്സമാധാനത്തോടൊന്നും ഉറങ്ങാൻ കഴിയുന്നില്ല, അല്ലേ ദേവേട്ട? ഇതിനൊരവസാനം ഉണ്ടാക്കണം. ഹലോ, ഞാനാ അമ്മേ. ഇന്നലെ ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല. അവിടെ പിന്നെ എന്തെങ്കിലും? നേരം വെളുക്കുന്നവരെ പ്രകാശ് സാർ വന്ന് കാവലിരുന്നു. എല്ലാവരുടെ ഉറക്കം പോയി. ചിലപ്പോ ഒന്ന് പേടിപ്പിക്കാൻ തന്നെയാ അവൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്നാലും ഇത് വലിയ കഷ്ട. ഒന്നുമില്ലാത്ത അവസ്ഥയെ പോലും അവളൊന്ന് പേടിക്കാന്ന് പറഞ്ഞ. ഒന്ന് കരുതിയിരുന്നു, ഇനിയില്ലല്ലോ. ഇനി അങ്ങോട്ടൊന്ന് പേടിപ്പിക്കണം, അതാ വേണ്ട. ഇനി അതിനു വേണ്ടി അവളെ കാണാനൊന്നും പോണ്ട. ഇന്നലത്തെ ഒരു ദിവസം ഒന്നും സംഭവിക്കാതെ അവസാനിച്ചു കിട്ടിയത് നന്നായെന്ന് കരുതിയാ മതി. നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഉണ്ട്, ഞാൻ വൈകുന്നേരം അതിലെ വരാം. ശരി. ഒരിടത്തും ഒന്നും സംഭവിച്ചില്ല. സോഫിയും ദേവനും പ്രകാശും ആദർശവും ഒക്കെ ജീവിച്ചിരിക്കുന്നു. പക്ഷെ ഒരു രാത്രി എല്ലാവരും ഒന്ന് പേടിച്ചു. ഒരുപാട് ശക്തരായിട്ടും ഗ്ലോറി എന്ന പേരിന് അവരെ പേടിപ്പിക്കാനുള്ളതുണ്ട്. ഗ്ലോറി, ഇങ്ങനെ ഒരു ഭീഷണി മുഴക്കിയതുകൊണ്ട് എന്താ നേട്ടം? അതെന്നോട് എന്തിനു ചോദിക്കണം? ഞാൻ അങ്ങനെ ഒരു ഭീഷണിയൊന്നും നടത്തിയിട്ടില്ല. യെസ് കാർത്തികേയൻ, സൂക്ഷ്മദർശിനി വെച്ച് എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഫോൺ കോളിലൂടെ അപകടം ക്ഷണിച്ചു വരുത്താൻ എനിക്കിഷ്ടമല്ല. പക്ഷേ ഇത് എനിക്കെന്റെ ശക്തി ആളെന്നറിയാൻ കിട്ടിയ ഒരു അവസരം. ചലനം മറ്റ് ഞാൻ കിടന്നാൽ പോലും എല്ലാവരുടെയും പേടി സ്വപ്നം ഞാൻ തന്നെയാണെന്ന തിരിച്ചറിവ്. ഗ്ലോറി, സിഐ വല്ലാത്ത ദേഷ്യത്തിലാ വന്നത്. കാര്യമില്ലാതെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേട്. ഇത്ര നാളത്തെ ബിസിനസ് ബന്ധവും സ്വാധീനവും ഒക്കെ അത്രയ്ക്ക് ശോഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാണക്കേട് തോന്നണം. എന്റെ കാര്യത്തിനാണ് സിഐ വന്നതെങ്കിൽ അയാളെ തിരിച്ചുവിടാൻ എനിക്കറിയാം. പക്ഷേ ഗ്ലോറിയെ കുറിച്ച് എനിക്കൊരു ഉറപ്പുമില്ല. സത്യം പറ, സോഫിക്കെതിരെ ഗ്ലോറി എന്തെങ്കിലും നീക്കം നടത്തുന്നുണ്ടോ? ഞാൻ ജീവിക്കുന്നത് തന്നെ അവർക്കെതിരായാണ്. സോഫിക്കെതിരെ ഗ്ലോറി എന്തെങ്കിലും നീക്കം നടത്തുന്നുണ്ടോ? ഞാൻ ജീവിക്കുന്നത് തന്നെ അവർക്കെതിരായാണ്. പക്ഷേ ഇപ്പൊ ഒരു ഭീഷണിയും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവരും സിഐയും ഒക്കെ എന്നെ ഫോക്കസ് ചെയ്യും. പക്ഷെ അതിനിടയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് നിന്ന് അപകടം അവർക്ക് നേരെ വരും. യെസ് കാർത്തികേയൻ, ദൈവ അസോസിയേറ്റ്സിന് വില പറയാൻ ഗ്ലോറി അല്ലാതെ മറ്റു ചിലരെത്തും. ദേവനും സോഫയ്ക്കും തടഞ്ഞു നിർത്താൻ പറ്റാത്ത ചിലര്. ആ കളി ഞാൻ ഗാലറിയിലിരുന്ന് കാണും. എന്റെ ശത്രുവായ അവളുടെ വീഴ്ച തുടങ്ങി. അച്ഛാ, വല്ലാത്തൊരു ദിവസം അവസാനിച്ചത്. ഒരുപക്ഷെ നമ്മുടെ ശ്രദ്ധ കൂടുതലുണ്ടാവുമെന്ന് സംഭവിക്കാതിരുന്നു. പറഞ്ഞ ദിവസം അവസാനിച്ചതുകൊണ്ട് ഭീഷണി കഴിഞ്ഞു എന്ന് കരുതണ്ട. ശ്രദ്ധ തിരിയുമ്പോഴായിരിക്കും അവളുടെ ആക്രമണം. അങ്കിൾ, ഈ ഫയൽ അങ്കിൾ നോട്ട് ചെയ്തിരുന്നോ?
പഴയ റെക്കോർഡ്സ് ഒക്കെ പഠിക്കുന്നിടയ്ക്ക് കമ്പ്യൂട്ടറിൽ കണ്ടതാ. വെറുതെ ഒന്ന് ഫയൽ തപ്പിയെടുത്തു. എന്താ ശ്രദ്ധയിൽപ്പെടാതിരുന്നൊരു കരാറാ. സദേൺ ഗ്രൂപ്പുമായി ഗ്ലോറി ഉണ്ടാക്കിയതാ. ഡീറ്റെയിൽസ് എന്താ അങ്കിൾ? ഒരു ജോയിന്റ് പ്രോജക്റ്റ്. വരാൻ പോകുന്ന സ്മാർട്ട് സിറ്റിക്ക് തൊട്ടടുത്ത് കുറേയധികം കൺസ്ട്രക്ഷൻസ്. ടോട്ടൽ പ്രോജക്റ്റ് 2500 കോടി. ഇതിൽ കാണിച്ചിരിക്കുന്ന എഗ്രിമെന്റ് അനുസരിച്ച് പദ്ധതി ചെലവ് ഈക്വലായിട്ട് വഹിക്കണം. അച്ഛാ, സ്മാർട്ട് സിറ്റി പദ്ധതി നടക്കാത്ത സ്ഥിതിക്ക് ഈ പ്രോജക്ട് ക്യാൻസൽ ആയിട്ടുണ്ടാവില്ല? അത് ഡീറ്റെയിൽസ് നോക്കണം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ സദേൺ ഗ്രൂപ്പ് 750 കോടി ചെലവഴിച്ചു എന്നാണ് രേഖകൾ. എന്തായാലും മോള് കാണിച്ച സൂക്ഷ്മത നന്നായി. അല്ലെങ്കിൽ ഇതൊരു ഹിഡൻ എഗ്രിമെന്റായി നമ്മുടെ തലയ്ക്ക് മുകളിൽ കിടന്നേനെ. അങ്കിൾ, സദേൺ ഗ്രൂപ്പ് ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ്.